Good morning to all of you. Today we are going to talk about repeated distribution method. Under repeated distribution method, the overhead expenses as per primary distribution summary are redistributed to production departments as well as to the service departments on equitable basis. Usually, the basis of reapportionment is given in percentages. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി അനുസരിച്ച് ഓവർഹെഡ് കോസ്റ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇക്വിറ്റബിൾ ബേസിസിൽ അപ്പോർഷൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ സ്വീകരിക്കുക. അപ്പോർഷൻ ചെയ്യുന്നത് പലപ്പോഴും പെർസെൻറ്റേജസിലായിരിക്കും. അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ലഭ്യമായിരിക്കും. അങ്ങനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് റിപ്പീറ്റഡായി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുക. തുടർന്ന് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് നെഗ്ലിജിബിൾ എമൗണ്ട് ആകുന്ന രീതിയിൽ, അഥവാ അത് വീണ്ടും ഷെയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ റീഡിസ്ട്രിബ്യൂഷൻ പൂർത്തീകരിക്കപ്പെടുന്നതുമാണ്. A company having 3 production departments A, B and C and 2 service departments, boiler house and pump room. The boiler house has to depend on the pump room for supply of water, and the pump house will depend on the boiler house for power supply. The expenses incurred in the production departments are as follows: A, rupees 4 lakhs, B, rupees 3,50,000, C, rupees 2,50,000. The expenses of the boiler house is rupees 1,17,000 and pump room rupees 1,50,000. ഇവിടെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഉള്ളത്. അതിൻ്റെ കോസ്റ്റുകളുമാണ് നൽകിയിരിക്കുക. The expenses of the service cost centers should be apportioned as follows: production departments A, B, C, service departments boiler house, pump room. Expenses of boiler house: A 20%, B 40%, C 30%, pump room 10%. Expenses of pump room: A 40%, B 20%, C 20%, boiler house 20%. In view of the interdependence of departments, redistribute the expenses using repeated distribution method. Also calculate the overhead rate per hour if production department A works for 4,960 hours, B 4,800 hours and C 3,600 hours. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അനുസരിച്ച്
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനുമായി അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന പെർസെൻ്റാണ് ഇവിടെ നൽകിയിരിക്കുക. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അനുസരിച്ച് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ അഥവാ റീഅപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എ, ബി, സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബോയിലർ ഹൗസ്, പമ്പ് റൂം. തുടർന്ന് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റുകൾ, ടോട്ടൽ ഓവർഹെഡ്സ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. അത് അതേപടി റെക്കോർഡ് ചെയ്യുക. എ ₹4 lakhs, ബി ₹3,50,000, സി ₹2,50,000, ബോയിലർ ഹൗസ് 1,17,000, പമ്പ് റൂം 1,50,000. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമായി റീഅപ്പോർഷൻ ചെയ്യുക. ബോയിലർ ഹൗസിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,17,000 ആണ്. അത് നൽകിയിരിക്കുന്ന പെർസെൻറ്റിൽ ഷെയർ ചെയ്യുക. എക്ക് 20%, ബിക്ക് 40%, സിക്ക് 30%, പമ്പ് റൂമിന് 10%. അപ്പോൾ ബോയിലർ ഹൗസിൻ്റെ 1,17,000 ഓവർഹെഡ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും പമ്പ് റൂം എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനുമായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആയതിനാൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുക 2:4:3:1. ആയതിനാൽ 1,17,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 2 പോർഷൻ എയ്ക്ക്, 4 പോർഷൻ ബിക്ക്, 3 പോർഷൻ സിക്ക്. ബോയിലർ ഹൗസിൻ്റെ കോളത്തിൽ 1,17,000 ബ്രാക്കറ്റ് ചെയ്താൽ മതി, കാരണം ആ എമൗണ്ട് ആണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഷെയർ ചെയ്യുക. ദെൻ പമ്പ് റൂമിന് അതിൻ്റെ 1 പോർഷൻ. അപ്പോൾ ആ രീതിയിൽ എയ്ക്ക് ₹23,400, ബിക്ക് ₹46,800, സിക്ക് ₹35,100, ബോയിലർ ഹൗസിൽ നിൽ, പമ്പ് റൂമിൽ 11,700. ഇനി തുടർന്ന് പമ്പ് റൂം എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡാണ് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുക 40%, 20%, 20%, 20% ആണ്. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ 2:1:1:1 എന്ന രീതിയിലാണ് വരിക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പമ്പ് റൂമിൽ ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഉള്ള ടോട്ടൽ ഓവർഹെഡ് എടുക്കണം. അതായത് പമ്പ് റൂമിൽ 1,50,000-ഉം അതിൻ്റെ കൂടെ ഇപ്പോൾ ബോയിലർ ഹൗസിൽ നിന്നും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു 11,700-ഉം ഉൾപ്പെടെ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1,61,700 ആണ് ലഭിക്കുക. അത് ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് പമ്പ് റൂമിൻ്റെ കോളത്തിൽ. ആ 1,61,700 ആണ് 2:1:1:1 എന്ന പ്രൊപ്പോർഷനിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ആയതിനാൽ 1,61,700-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ 2 പോർഷൻ എയ്ക്ക്, അതായത് ₹64,680, then 1 പോർഷൻ
ബിക്ക്, അതായത് റുപ്പീസ് 32,340. വീണ്ടും 1 പോർഷൻ സിക്ക് റുപ്പീസ് 32,340. വീണ്ടും 1 പോർഷൻ ബോയിലർ ഹൗസിന് റുപ്പീസ് 32,340. വീണ്ടും ബോയിലർ ഹൗസിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ബോയിലർ ഹൗസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആയതിനാൽ ഇനി ബോയിലർ ഹൗസിൽ വരുന്ന ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുന്നത് 32,340 ആണ്. അങ്ങനെ 32,340 ബോയിലർ ഹൗസിൽ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നു. ആ എമൗണ്ട് ഷെയർ ചെയ്യുന്നു. അത് ബോയിലർ ഹൗസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് 2:4:3:1 എന്ന പ്രപ്പോർഷനിൽ അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ റുപ്പീസ് 6,468, റുപ്പീസ് 12,936, റുപ്പീസ് 9,702, പമ്പ് റൂമിൽ റുപ്പീസ് 3,234 എന്നാണ് ലഭിക്കുക. തുടർന്ന് വീണ്ടും പമ്പ് റൂമിൻ്റെ ഓവർഹെഡ്, അതായത് 3,234 ആണ്. അതിനെ വീണ്ടും പമ്പ് റൂമിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ റുപ്പീസ് 1,293, റുപ്പീസ് 647, റുപ്പീസ് 647, റുപ്പീസ് 647. വീണ്ടും ബോയിലർ ഹൗസിൻ്റെ ഓവർഹെഡ് റുപ്പീസ് 647 ബോയിലർ ഹൗസിൻ്റെ പ്രപ്പോർഷനിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ 129, 259, 194 ആൻഡ് 65. വീണ്ടും പമ്പ് റൂമിൻ്റെ ഓവർഹെഡ്, ദാറ്റ് ഈസ് 65. ആ 65 പമ്പ് റൂമിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. റുപ്പീസ് 26, റുപ്പീസ് 13, റുപ്പീസ് 13, റുപ്പീസ് 13. ദെൻ തുടർന്ന് ഇനി പമ്പ് റൂമിന് ഇപ്പോൾ ഇനി ഓവർഹെഡുകളൊന്നുമില്ല. ഇനി ബോയിലർ ഹൗസിന് വരുന്നത് ഒരു 13 റുപ്പീസാണ്. അത് ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. അത് ഷെയർ ചെയ്യപ്പെടേണ്ട വാല്യൂ സ്മോൾ ആകുമ്പോൾ അതിനെ തുടർന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആയതിനാൽ 13 ബോയിലർ ഹൗസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. ആ രീതിയിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ റുപ്പീസ് 4, റുപ്പീസ് 5, റുപ്പീസ് 4. ഇനി അവിടെ ഈ 13 ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഫിഗറിൽ ചെറിയ വേരിയേഷൻ വരുന്നുവെങ്കിൽ അത് വലിയ ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമില്ല. തുടർന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ ബോയിലർ ഹൗസിൻ്റെയും പമ്പ് റൂമിൻ്റെയും ഓവർഹെഡ് കോസ്റ്റുകൾ പൂർണ്ണമായി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് rupees 4,96,000, ബിക്ക് rupees 4,43,000, സിക്ക് rupees 3,28,000. തുടർന്ന് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓവർഹെഡ് കോസ്റ്റിനെ അതിൻ്റെ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓവർഹെഡ് റേറ്റ് ഓഫ് എ, അതിൻ്റെ ടോട്ടൽ ഓവർഹെഡ് 4,96,000 ഡിവൈഡഡ് ബൈ അതിൻ്റെ അവേഴ്സ് വർക്ക്ഡ് 4,960. അങ്ങനെ ₹100 ആണ് എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് റേറ്റ് കിട്ടുക. ഓവർഹെഡ് റേറ്റ് ഓഫ് ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് 4,43,000 ഡിവൈഡഡ് ബൈ അവേഴ്സ് വർക്ക്ഡ് 4,800 hours, that is ₹92.29. ഓവർഹെഡ് റേറ്റ് ഓഫ് സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ് 3,28,000 ഡിവൈഡ് ബൈ 3,600 is equal to ₹91.11. അപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. Thank you.